കൊച്ചി കപ്പൽ അപകടത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. അപകടത്തിന്റെ വിവരങ്ങൾ പൊതുമധ്യത്തിലുണ്ടോ? അപകടത്തിന്റെ വിവരങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, അപകടത്തിന്റെ വിവരങ്ങൾ പൊതുമധ്യത്തിലുണ്ടോ എന്ന ചോദ്യത്തിന് പൂർണ്ണാർത്ഥത്തിലില്ല എന്ന് തന്നെയല്ലേ സർക്കാരിന് മറുപടി നൽകാൻ കഴിയുക? ഹാഷ്മി, മുൻ തൃശൂർ എം പി ടി.എൻ. പ്രതാപനാണ് ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് പൊതുതാൽപര്യ ഹർജി കോടതിയിൽ ഫയൽ ചെയ്തത്. ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് കോടതി സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത്. ഈ അപകടത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക വിവരങ്ങളെങ്കിലും പൊതുമധ്യത്തിലുണ്ടോ എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് കപ്പലിലുണ്ടായിരുന്ന കാർഗോയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ കപ്പൽ അപകടത്തിൽ അതെങ്ങനെയാണ് ഈ മറൈൻ ഡൈവേഴ്സിറ്റിയെ ബാധിക്കുക, അക്കാര്യങ്ങളൊക്കെ പൊതുമധ്യത്തിലുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അതിന് പ്രാഥമികമായി പോലും അത്തരത്തിലുള്ള വിവരങ്ങൾ പൊതുമധ്യത്തിൽ ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഇത്തരം വിഷയങ്ങൾ പൊതുമധ്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവത്തോടെ ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നുവെന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മാലിന്യങ്ങൾ തീരത്തടിഞ്ഞതുമായി ബന്ധപ്പെട്ട് അത് നീക്കം ചെയ്യാനുള്ള നടപടികളൊക്കെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ നടപടി തുടങ്ങിയെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ആ ഘട്ടത്തിലായിരിക്കും ഈ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള എന്തെല്ലാം നടപടികൾ ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം കാർഗോയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമൊക്കെ വ്യക്തമാക്കാൻ സർക്കാർ 2 ആഴ്ച ശേഷം സർക്കാർ കോടതിയെ അറിയിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ടി.എൻ. പ്രതാപന്റെ ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഈ കപ്പലപകടം അവർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ്. പക്ഷേ അതിൽ നിലവിൽ കോടതി ഒരു തീരുമാനം എടുത്തിട്ടില്ല. കോടതി പ്രാഥമികമായാണെന്ന് വാദം കേട്ടത്. ആ ഘട്ടത്തിൽ പറഞ്ഞത് ഈ വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കണം, അത് ജനങ്ങൾക്ക് ആശങ്ക ഒഴിവാക്കുന്നതിന് ഗുണകരമാകും എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഹാഷ്മി, ഇതിനോടകം തന്നെ മത്സ്യമേഖലയെ ഇത് ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളായി മഴയൊക്കെ ആയിട്ട് ആകെ പ്രതിസന്ധിയിലാണ് മത്സ്യത്തൊഴിലാളി മേഖല. ആകെ സർക്കാർ പറഞ്ഞ 1000 രൂപയാണ്. 1000 രൂപ എത്ര കിലോ അരിയും? 1000 രൂപ അവർക്ക് എന്താവാനാണ് എന്ന കാര്യം തന്നെ സർക്കാർ തന്നെ ആലോചിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ കോടതിയിൽ ഉണ്ടാവുമോ ഈ ഇതിൻ്റെ തുടർച്ചയിൽ? വിഷ്ണു, ഹാഷ്മി, ഈ ഹർജിക്കാരുടെ ഊന്നൽ തന്നെ ആ വിഷയം കേന്ദ്രീകരിച്ചാണ്. ഈ മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന കപ്പലപകടവുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന പ്രതിസന്ധിയാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ഊന്നൽ. അതോടൊപ്പം തന്നെ അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ട കാര്യവും വളരെ കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ, അതായത് 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി പരിഗണിക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം അത്തരം വാദങ്ങൾക്കുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ കോടതി ഇതിന്മേലൊരു പ്രാഥമിക വാദം മാത്രമാണ് കേട്ടത്. ആ ഘട്ടത്തിലാണ് സർക്കാരിനോട് ഇതിൻ്റെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ പബ്ലിക് ഡൊമൈനിൽ ആ കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കണം. കാരണം ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക്. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രാഥമിക വിവരങ്ങൾ നിങ്ങൾ നിലവിൽ പ്രസിദ്ധീകരിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. അത് ഉടൻ തന്നെ സർക്കാർ ഒരുപക്ഷെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സൈറ്റിൽ അക്കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതിനുശേഷം അടുത്ത തവണ വാദം കേൾക്കുമ്പോഴായിരിക്കും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ കാര്യങ്ങൾ കൂടുതൽ വിശാലമായി ഒരു പൂർണ്ണവാദത്തിലേക്കൊക്കെ പോകുക. ഇപ്പോൾ സർക്കാർ കോടതിയെ അറിയിച്ചത് ഈ 1000 രൂപ നൽകിയ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ഈ അരി നൽകുന്ന കാര്യങ്ങളൊക്കെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് വേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വീണ്ടും 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലായിരിക്കും അതിലൊരു തീരുമാനമൊക്കെ ഉണ്ടാകുക. ഹാഷ്മി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ആ മേഖല വലിയ പ്രതിസന്ധി ഇപ്പോൾ മാത്രമല്ല, ഈ പറയുന്ന കപ്പൽ മറിഞ്ഞുണ്ടായ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ആ മേഖല വലിയ പ്രതിസന്ധിയിലാണ്. അതിൻ്റെ കൂടെ കപ്പൽ മറിഞ്ഞ് വല്ലാത്ത പ്രതിസന്ധി കാലത്ത് 1000 രൂപ എന്നൊക്കെ പറയുന്നത് അവർക്ക് സാധാരണ ഇതിൽ ആലോചിച്ച് നോക്കുക. 1000 രൂപ എന്തിനുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. കൂടുതൽ സഹായങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം.